നാടിനെ ദുഃഖത്തിലാക്കി നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ നവവധുവിന്റെ അപകട മരണം. നിക്കാഹ് കഴിഞ്ഞ് ഒരാഴ്ച തികയും മുൻപാണ് പെരിന്തൽമണ്ണയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ നേഹ മരിച്ചത്. പാണമ്പി EMS നഴ്സിംഗ് കോളേജിന് സമീപം പുളിക്കൽ നജ്മുദ്ദീൻ ഫലീല ദമ്പതികളുടെ മകളാണ് 22-കാരിയായ നേഹ. മലപ്പുറം പൂക്കോട്ടൂർ പാറഞ്ചേരി വീട്ടിൽ അഷറഫ് ഫൈസലുമായി കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു നേഹയുടെ നിക്കാഹ്. അമിത വേഗതയിലെത്തിയ ക്രെയിൻ നേഹയുടെ ജീവൻ കവരുമ്പോൾ ആ വിവരം ഉൾക്കൊള്ളാനാവാതെ വിറങ്ങലിച്ച അവസ്ഥയിലാണ് അമ്മിനിക്കാട് പാണമ്പി എന്ന നാടും നാട്ടുകാരും നേഹയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അധ്യാപകരുമെല്ലാം. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നേഹയുടെ ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ വിവിധ ആശുപത്രികളിലായി അവളുടെ 5 സുഹൃത്തുക്കൾ നിരീക്ഷണ വാർഡുകളിൽ തളർന്നു കിടപ്പുണ്ടായിരുന്നു. നേഹയുടെ മരണവാർത്തയറിഞ്ഞ് തളർന്നു വീണവരാണവർ. സുഹൃത്തുക്കൾക്ക് അത്രയേറെ പ്രിയപ്പെട്ടവളായിരുന്നു അവൾ. നേഹ പഠനത്തിലും കലോത്സവ വേദികളിലും ഒരേപോലെ തിളങ്ങിയ വിദ്യാർത്ഥിനിയായിരുന്നു. താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് +2 വരെ പഠിച്ചത്. നാടകത്തിലും ഒപ്പനയിലും സ്ഥിരം സാന്നിധ്യമായിരുന്നു. ഒപ്പം പേപ്പർ ഉപയോഗിച്ചുള്ള ആർട്ട് വർക്കുകളും ചെയ്തിരുന്നു. 10ാം ക്ലാസ്സിലും +2വിനും മുഴുവൻ A+ നേടിയാണ് പാസ്സായത്. തുടർന്നാണ് അൽഷിഫ നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിംഗിന് എത്തുന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി ബന്ധുവീട്ടിലേക്ക് ഭർത്താവിനൊപ്പം പോയ നേഹ ഇനി മടങ്ങിവരില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ സഹപാഠികൾക്ക് ഇനിയുമായിട്ടില്ല. അൽഷിഫ നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിംഗ് 5ാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയാണ് നേഹ. കോളേജിൽ നിന്ന് ഉച്ചഭക്ഷണത്തിനുള്ള ഇടവേളയ്ക്ക് ഭർത്താവിനൊപ്പം വെട്ടത്തൂർ കാപ്പിലെ ബന്ധുവീട്ടിൽ പോയി സൽക്കാരം കഴിഞ്ഞു വരുമ്പോഴാണ് അപകടമുണ്ടായത്. വാഹനം മറുഭാഗത്തേക്ക് കടക്കുന്നതിനിടയിൽ യു-ടേണിൽ തിരിക്കാനിരിക്കെ വേഗതയിലെത്തിയ ക്രെയിൻ സ്കൂട്ടറിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ നേഹ ക്രെയിനിന്റെ പിൻചക്രത്തിൽ കുടുങ്ങി. തലയ്ക്ക് സാരമായി പരിക്കേറ്റ നേഹയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. നിയ, സിയ എന്നിവർ സഹോദരികളാണ്. ഈസ്റ്റ് ലൈവ്, പെരിന്തൽമണ്ണ.